ഈ രാഗത്തിന് ഒരു ഇരുണ്ട വശമുണ്ട്. അത് കേവലം ഒരു ഐതിഹ്യം മാത്രമല്ല. സംഗീതജ്ഞർക്കിടയിൽ അതിന് വിശ്വാസവുമുണ്ട്. പാതിരാത്രിക്ക് ശേഷം, അതായത് 3-4 മണിയോട് അടുപ്പിച്ച് ഈ രാഗത്തിൽ പാട്ട് പാടുന്നത് അപകടകരമാണെന്നാണ് വിശ്വാസം. ഈ സമയത്ത് ആഹിർ രാഗം ആലപിച്ചാൽ അത് അകാല മൃത്യുവിനോ ഗുരുതര രോഗങ്ങൾക്കോ മാനസിക പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം. ചിലർ ഇത് ദുഷ്ടശക്തികളെ ആകർഷിക്കും എന്നും വിശ്വസിക്കുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു രാജകുമാരിയുടെ വിലാപത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ രാഗം എന്നും പറയപ്പെടും. അവളുടെ കണ്ണുനീർ ഓരോ സ്വരമായും അവളുടെ ഹൃദയവേദന ഓരോ ഭാവമായും ആഹിരിയിൽ അലിഞ്ഞു ചേർന്നു. ഈ വിശ്വാസത്തിന് ശാസ്ത്രീയപരമായ ഒരു അടിത്തറയില്ലെങ്കിലും സംഗീതജ്ഞർക്കിടയിൽ ഇതൊരു മുന്നറിയിപ്പായി നിലകൊള്ളുന്നു. ഒരുപക്ഷെ ഈ രാഗത്തിന് തീവ്രമായ ദുഃഖഭാവവും അതിൻ്റെ ആലാപനത്തിന് ആവശ്യമായ ആഴത്തിലുള്ള മാനസികാവസ്ഥയും ഒരു കലാകാരനെ മാനസികമായി തളർത്താൻ സാധ്യത ഉണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ രാത്രിയുടെ നിശബ്ദതയിൽ ഈ രാഗം പുറത്തുവിടുന്ന വൈബ്രേഷനുകൾക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നിരിക്കാം. ആഹിർ രാഗം കേവലം ഒരു സംഗീതത്തിന്റെ രൂപമല്ല, അത് വികാരങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഒപ്പം ചില മുന്നറിയിപ്പുകളുടെയും ഒരു സങ്കലനമാണ്. സംഗീതത്തിന്റെ ശക്തി അനിർവചനീയമാണ്. ഓരോ സ്വരത്തിനും ഓരോ രാഗത്തിനും അതിൻ്റെതായ ഊർജമുണ്ട്. ആ ഊർജത്തെ തിരിച്ചറിയുക, അതിനെ ബഹുമാനിക്കുക, അതാണ് ഓരോ സംഗീത പ്രേമിയും ചെയ്യേണ്ടത്. അടുത്ത തവണ നിങ്ങൾ ഈ രാഗം കേൾക്കുമ്പോൾ അതിൻ്റെ ഭാവങ്ങൾക്കപ്പുറം അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഐതിഹ്യങ്ങളും അതിൻ്റെ നിഗൂഢതകളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക.